അർഷിത് എന്ന കുഞ്ഞ് നമ്മളെ ഒരുപാട് സങ്കടത്തിലാഴ്ത്തിയ ഒരു കുഞ്ഞ് തന്നെയാണല്ലേ. നമുക്കൊന്നും ഒരിക്കലും ആ കുഞ്ഞിനെ കുറിച്ച് ഇനി മറക്കാൻ സാധിക്കില്ല. ഇന്ന് അർഷിതിനെ പറ്റിയിട്ട് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇന്ന് കേട്ടത്. ശരിക്കും ഹൃദയം ഒന്നും കൂടി തകർന്നു പോയെന്ന് തന്നെ പറയാം. അതിലുപരി വേറൊരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ടായിരുന്നു. അന്ന് അഷ്കറിനെ തെളിവെടുപ്പിനായിട്ട് വീട്ടിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടുത്തെ നാട്ടുകാരെടുത്ത് പെരുമാറിയിരുന്നു. അപ്പം നമുക്ക് അവനെ എന്നാൽ പോലീസുകാരുടെ ഒരു അകമ്പടിയോടെ വന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും ശരിക്കൊന്നും പെരുമാറാൻ സാധിച്ചില്ല. അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. എന്നാൽ ആ നാട്ടുകാർക്ക് പറ്റാവുന്ന രീതിയിൽ അവർ അങ്ങ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അഷ്കറിനെ. പക്ഷേ ഇന്ന് കണ്ട കാഴ്ച എന്ന് പറയുന്നത് അഷ്കറിൻ്റെ രൂപമേ മാറിപ്പോയിരുന്നു. ശരിക്കും വളരെയധികം സന്തോഷം തോന്നിയായിരുന്നു. ആ കുഞ്ഞിൻ്റെ മുഖം ഓർക്കാൻ നേരത്ത് അവന് എത്ര ചെയ്താലും അവനെ എത്ര ഉപദ്രവിച്ചാലും മതി വരില്ല. അത്രയും എൻ്റെ മനസ്സിൽ പറയുകയാണെങ്കിൽ അത്രയും ദേഷ്യമുണ്ട് എനിക്ക്. കാരണം ഞാൻ എൻ്റെ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്, എനിക്കും അതേ പ്രായത്തിലുള്ള ഒരു കുഞ്ഞുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ വേദന ഒന്നും കൂടി ഇരട്ടിയാവുന്നത്. അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഒരു കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് പോലും ഏതൊരവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും അത് സഹിക്കില്ല. പക്ഷെ ഇന്ന് ഞാൻ ആ അഷ്കർ എന്ന് പറഞ്ഞ ആ കൊലയാളീനെ കണ്ടപ്പോഴത്തേക്കും അവൻ്റെ മുഖമൊക്കെ അങ്ങ് വീങ്ങിയിരിക്കുന്നു. അവന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അവൻ്റെ കഴുത്ത് അനക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അവൻ്റെ കണ്ണ് തുറക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എല്ലാം. കാരണം അവൻ്റെ മുഖത്ത് കാണാം അവൻ്റെ ശരീരത്തിൽ ഏൽക്കപ്പെട്ടിരിക്കുന്ന ആ വേദന. അതിനെന്തായാലും എനിക്ക് കേരള പോലീസിനോട് ഒരുപാട് നന്ദിയുണ്ട്. സത്യം പറഞ്ഞാൽ അവൻ കിട്ടുമെന്ന് ഉറപ്പായിരുന്നു, പക്ഷെ അവന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിലുപരി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചിരുന്നത് സബ് ജയിലിൽ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാരെടുത്ത് പെരുമാറും എന്നൊരു രീതിയിലായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ കേരള പോലീസ് നന്നായിട്ട് തന്നെ അവനെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. മനസ്സിന് കുളിർമയേകി എന്ന് തന്നെ പറയാം. ഇനി ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അഷ്കറിൻ്റെ ഉമ്മ വന്ന് കുറേ അങ്ങ് നാടകം നടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കൊണ്ട് നമുക്ക് പിന്നീട് വരാം. അതിന് മുൻപ് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളോട് കേൾക്കണം ഈ കുഞ്ഞിൻ്റെ മരണത്തിനെ കുറിച്ച്. എനിക്ക് ആ കൊച്ചിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതിൽ ദുഃഖമുണ്ട്. പക്ഷേ എന്നിട്ട് നിങ്ങൾ ആ ഉമ്മ പറയുന്ന, അതായത് ആ തള്ള പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കണം. ആ കുഞ്ഞിൻ്റെ ഇന്ന് ആ കൊച്ചിന് സംഭവിച്ച വിവരണങ്ങളൊക്കെ അവർ ഒരു മടിയും കൂടാതെ അവർ വിളിച്ചു പറയുന്നത്. അതായത് ഈ അഷ്കറും അവൻ്റെ കാമുകി അതായത് അഖില, അവളെ ഞാൻ ഒരിക്കലും ആ കുരുന്നിൻ്റെ അമ്മ എന്ന് പറയില്ല. കാരണം അവൾ അമ്മ എന്ന പദത്തിന് പോലും അർഹതയല്ല. ഒരിക്കലും ഒരമ്മ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഒരു കുഞ്ഞിൻ്റെ നോവ് ഒരിക്കലും ഒരു അമ്മയ്ക്ക് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ അമ്മമാർക്ക് അപമാനമാണ്, സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ് അവളെപ്പോലുള്ളവർ. കാരണം മനസ്സാക്ഷിയുള്ള ഒരു സ്ത്രീയും ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ ഒരിക്കലും ഞാൻ അമ്മ എന്ന് വിളിക്കില്ല. അവളെ ഞാൻ അഭിസംബോധന ചെയ്യുന്ന അവളുടെ നശിച്ച പേര് വെച്ച് തന്നെയാണ്, അഖില. എന്തിനാണ് ആ 1.5 വയസ്സ് മാത്രമുള്ള കുഞ്ഞു ശരീരത്തോട് ഇത്രയും ഉപദ്രവിച്ചത്? എന്തെല്ലാം ഉപദ്രവങ്ങൾ ആ കുഞ്ഞിന് നേർക്ക് ചെയ്തു? എന്തുകൊണ്ട് ആ കുഞ്ഞിനെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്തു? ഇതായിരുന്നു അന്വേഷണ സംഘത്തിന് ഈ 2 പേരോടും, ഒന്നാം പ്രതിയായിട്ടുള്ള കുഞ്ഞിന് രണ്ടാനച്ഛനായിട്ടുള്ള അഷ്കറിനോടും, കുഞ്ഞിനെ പൊന്നുപോലെ നോക്കും എന്ന് നമ്മളൊക്കെയും കരുതുന്ന ഈ കേസിലെ 2ാം പ്രതിയായിട്ടുള്ള കുഞ്ഞിന്റെ സ്വന്തം അമ്മ അഖിലയോടുമുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഒന്ന്, ഈ കുഞ്ഞിന്റെ മരണത്തിനൊക്കെ ശേഷം കുഞ്ഞിന്റെ ശരീരം ഇൻക്വസ്റ്റ് അടക്കമുള്ള പരിശോധനകൾക്ക് വിധേയമാക്കിയപ്പോൾ കുഞ്ഞിന്റെ കാൽപാദത്തിന് 2 കാൽപാദത്തിനും അടിയിൽ ഇങ്ങനെ പൊള്ളിയ ഒട്ടേറെ പാടുകൾ കാണാൻ സാധിച്ചു. എന്താണത് സംഭവിച്ചത്? എന്താണ് ആ പാടിന്റെ കാരണം എന്നായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിന് അഷ്കറാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ ഈ കുഞ്ഞ് ഹൈപ്പർ ആക്റ്റീവ് ആണത്രേ. അതുകൊണ്ട് ഒരു സ്ഥലത്ത് അങ്ങനെ അടങ്ങിയിരിക്കില്ല, പെട്ടെന്ന് ഓടി നടക്കും, ഒരിടത്ത് പിടിച്ചിരുത്തിയാൽ വീണ്ടും ഓടി നടക്കും. അങ്ങനെ ഓടി നടക്കുന്നത് ഇവർക്ക് ബുദ്ധിമുട്ടാണ്, കുഞ്ഞിനെ നോക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അടക്കിയിരുത്താൻ കണ്ടെത്തിയ വഴി ക്രൂരതയായിരുന്നു ഈ കുഞ്ഞിന്റെ കാൽപാദത്തിനടിയിൽ സിഗരറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ലൈറ്റർ കൊണ്ടോ പൊള്ളിക്കുക എന്നുള്ളത്. അപ്പൊ ഈ പൊള്ളൽ കാരണം കുഞ്ഞ് നടക്കില്ല. അപ്പം ഒരു പൊള്ളൽ നടത്തി 2 കാലിലും അങ്ങനെ ഒരു പൊള്ളിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം അടങ്ങിയിരിക്കും. ആ പൊള്ളൽ മാറിക്കഴിയുമ്പോൾ വീണ്ടും ഓടാൻ തുടങ്ങും, വീണ്ടും പൊള്ളിക്കും. അങ്ങനെ പൊള്ളിച്ച് കുഞ്ഞിനെ അടക്കിയിരുത്തി നോവിച്ച് വേദനിപ്പിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, നമ്മളൊക്കെ കാണുന്ന ആ കുഞ്ഞിന്റെ 2 കൈയും ഒടിഞ്ഞ ചിത്രമുണ്ട്. ആ കുഞ്ഞിന്റെ ഏറ്റവും നോവിക്കുന്ന ചിത്രമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ 2 കൈയിലും ബാൻഡേഡ് ഇട്ട് നിൽക്കുന്ന കുഞ്ഞിന്റെ ചിത്രമാണ്. എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ സൈക്കിളിൽ നിന്ന് വീണ് ആണ് കുഞ്ഞിന്റെ 2 കൈയും ഒടിഞ്ഞത് എന്നുള്ളതാണ് 2 പേരും പറഞ്ഞിരിക്കുന്നത്. അത് 100% അന്വേഷണ സംഘം വിശ്വസിച്ചിട്ടില്ല. എന്നാൽ അതിന്റെ പിന്നാലെ ഉണ്ടായ മൊഴിയാണ് അന്വേഷണ സംഘത്തെ ഞെട്ടിച്ചത്. അതായത് ഈ 2 കൈയും ഒടിഞ്ഞ് വേദനയെടുത്ത കുഞ്ഞിനെ
12 ദിവസമാണ് ഒരു മരുന്ന് പോലും നൽകാതെ, ഒരു ചികിത്സ പോലും നൽകാതെ ഈ രണ്ടുപേരും വീട്ടിലിട്ടത്. അതായത് കൈയൊടിഞ്ഞ വേദന തിന്ന് 12 ദിവസം ആ കുഞ്ഞു ശരീരത്തിന് ആ വീട്ടിൽ തന്നെ കിടക്കേണ്ടി വന്നു. 12ാമത്തെ ദിവസമായപ്പോഴേക്കും നീര് വെച്ച് കൈ രണ്ടും വീർത്ത് കുഞ്ഞിന് അനങ്ങാൻ പോലും ആവാതെ വന്നപ്പോഴേക്കുമാണ് ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനും നമ്മൾ കാണുന്ന പോലെ ആ ബാൻഡേഡ് ഇടാനും പ്ലാസ്റ്റർ ഇടാനും ഒക്കെ തന്നെ തയ്യാറായത് എന്നുള്ളതാണ്. അപ്പോൾ ആ രണ്ടാനച്ഛന്റെയും ആ അമ്മയുടെയും മനസ്സിൽ കുഞ്ഞിനുണ്ടായിരുന്ന സ്ഥാനം എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ആ 12 ദിവസം ആ കുഞ്ഞിനെ അനുഭവിപ്പിച്ച വേദനയിൽ നിന്ന് തന്നെ വ്യക്തമാകും. അതുപോലെ മറ്റൊന്ന്, ഇത്തരത്തിൽ ഉപദ്രവങ്ങളൊക്കെ തുടർന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടായി ആ കുഞ്ഞിന് ഇൻഫെക്ഷൻ, അണുബാധ ഉണ്ടായി തുടങ്ങി. ശാരീരികമായ കുഞ്ഞ് അവശനായി തുടങ്ങി. പക്ഷെ അതിനുശേഷവും ഒരു ദിവസം ഇങ്ങനെ വയ്യാതിരിക്കുന്ന കുഞ്ഞിനെ കൊണ്ട്, ഈ മരിക്കുന്നതിന് 2-3 ദിവസം മുമ്പ് ഈ അഷ്കർ കുഞ്ഞുമായിട്ട് മധുരയിലേക്ക് പോകുന്നുണ്ട്. മധുരയിലേക്ക് പോകുന്നത് വളരെ മോശമായ ഒരു കുഞ്ഞിനെ ഒരിക്കലും ഒരു അച്ഛനോ അമ്മയോ കൊണ്ടുപോകാത്ത തരത്തിൽ നെടുമങ്ങാട് അവരുടെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരം വരെ ബൈക്കിൽ മുന്നിലിരുത്തി ഈ കാറ്റ് മുഴുവൻ അടുപ്പിച്ചാണ് പോകുന്നത്. അതിനുശേഷം തമ്പാനൂരിലെത്തി അവിടെ നിന്ന് ബസ്സിൽ കയറി മധുരയ്ക്ക് പോകുന്നു. അവിടെ രാത്രിയാകുമ്പോഴാണ് എത്തുന്നത്. അതിനുശേഷം അവിടെ ഒരു മുറി പോലും എടുക്കാതെ ആ ബസ് സ്റ്റാൻഡിൽ കുഞ്ഞിനെ കൊണ്ടിരിക്കുന്നു. പിറ്റേ ദിവസം ഈ അമ്മയുടെ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിക്കാണ് പോകുന്നത്. ആ പരിപാടി കഴിഞ്ഞ് വീണ്ടും അതുപോലെ തന്നെ ബസ്സിൽ തിരുവനന്തപുരത്തേക്കും അവിടെ നിന്ന് ബൈക്കിൽ നെടുമങ്ങാടേക്കുമാണ് പോകുക ചെയ്യുന്നത്. അങ്ങനെ ഒന്നാമതേ ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കുഞ്ഞിനെ ഇത്രയും മോശം സാഹചര്യത്തിൽ ഇത്ര ദീർഘദൂര യാത്ര നടത്തിയതോടുകൂടി കുഞ്ഞിന് കടുത്ത പനിയായി മാറി. അങ്ങനെ പനി വന്ന് അവശനായി കിടന്നിട്ടും കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രത്യേകിച്ച് ഡോക്ടറെ കാണിക്കാൻ തയ്യാറായില്ല. വീട്ടിലുണ്ടായിരുന്ന സാധാരണ പനിയുടെ മരുന്നുകൾ തന്നെ കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നതിനിടയിലാണ് ആ ദിവസം കുഞ്ഞ് ഈ ഛർദ്ദിക്കുകയും കുഴഞ്ഞു വീഴുകയും മരണത്തിലേക്ക് പോവുകയും ചെയ്തത്. ഈ ഉപദ്രവങ്ങളെല്ലാം ചെയ്തത് രണ്ടാനച്ഛനായിട്ടുള്ള അഷ്കറാണ്. പക്ഷേ ഒരു തവണ പോലും അതിനെ എതിർക്കാനോ തടയാനോ തന്റെ സ്വന്തം കുഞ്ഞിനെ വേദന അനുഭവിക്കുമ്പോൾ അങ്ങനെ വേദനിപ്പിക്കരുത് എന്ന് ഒരക്ഷരം കൊണ്ട് പറയാൻ പോലും ഈ അമ്മ എന്ന് പറയുന്ന അഖില തയ്യാർ. നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണല്ല പറയണത്? ഇത് നമ്മളെ മനസ്സാക്ഷിയുള്ളവർക്ക് ഇതൊന്നും മുഴുവനായിട്ട് കേട്ടിരിക്കാൻ സാധിക്കില്ല. ഞാനിത് കേട്ടപ്പോഴത്തേനും എൻ്റെ നെഞ്ചൊന്ന് പെടുന്ന് ഞാൻ എത്രയോ തവണ കരഞ്ഞു. ആ കുട്ടീനെ ഓർത്തിട്ട്. കാരണം അറിയാതെ നമ്മുടെ നെഞ്ചടറിയപ്പോൾ ആ കുഞ്ഞെന്തൊക്കെ വേദന അനുഭവിച്ചെന്ന് ഓർത്തിട്ട് ഇതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാനൊന്നും പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 12 ദിവസം ആ കുഞ്ഞ് ആ കൈ ഒടിഞ്ഞിട്ട് അതിൻ്റെ വേദന വെച്ചുകൊണ്ട് ആ കുഞ്ഞിരുന്നു. അറിയാതെയാണല്ലോ നമ്മുടെ സ്വരം ഒന്ന് ഇടറിപ്പോണേ. അത്രയും വേദന സഹിച്ച ആ കുഞ്ഞ് 12 ദിവസം അതിനുശേഷമാണ് അഖില എന്ന് പറയുന്ന ആ പിശാച് ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. എന്നിട്ട് അവളെ ചിരിച്ചുകൊണ്ടുള്ള വീഡിയോ നമ്മൾ കണ്ടതാ അല്ലേ? ആ കുഞ്ഞിനെ ഉപദ്രവിച്ചത് ഒന്ന് ഓർത്തു വയ്ക്കുക. ആ കുഞ്ഞിന് പനി വന്നിട്ട് ആ പനിയും വെച്ചുകൊണ്ട് തന്നെ ബൈക്കിൽ അത്രയും കാറ്റത്തും മഴയത്തൊക്കെ കൂടി ആ കുഞ്ഞിനെയും കൊണ്ടുപോയി മധുരയിൽ ബസ്സിലൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഒന്ന് ആലോചിച്ച് ചെയ്യുന്ന ക്രൂരത എന്തുമാത്രം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു കുഞ്ഞിനോട് ചെയ്യാൻ പറ്റുന്ന അത്രയും അതിനും വലിയ ക്രൂരത ഇനിയുണ്ടോ? ആ കുഞ്ഞിൻ്റെ ശരീരം എന്തുമാത്രം ഉണ്ട്. അവനൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നതൊന്നും പോരാ. അവന് ഇതിലും വലുത് കിട്ടണം. അവനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനൊക്കെ തൂക്കിലേറ്റി തന്നെ കൊല്ലണം. അവനൊക്കെ ഇത്ര വധശിക്ഷ തന്നെ കൊടുക്കണം. നമ്മുടെ നിയമം അത്രയൊന്നും പോകില്ലായിരിക്കും, പക്ഷെ അത് തന്നെ കൊടുക്കണം. ഇത്രയും ഒരു കുഞ്ഞുങ്ങളുടെ പോലും കരുണയില്ലാത്ത ഈ നായ്ക്കളെയൊക്കെ നമ്മൾ എന്താ പറയേണ്ടത്? ഒരു സ്ത്രീ ആയിട്ട് പോലും അവളെ ഒന്നും ആ ഗണത്തിൽപ്പെടുത്തരുത്. ഒരു മനുഷ്യത്വം എന്ന ഇതുണ്ടാവില്ലേ, മാനുഷിക പരിഗണന കൊടുക്കില്ലേ ആർക്കാണെങ്കിലും. ആ കുഞ്ഞിന് അവൾക്ക് ആ കുഞ്ഞിനെ വേണ്ടെങ്കിൽ അതിനവൾക്ക് കളയാൻ പാടില്ലായിരുന്നു. എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ ഇഞ്ചിഞ്ചിഞ്ചിഞ്ചായിട്ട് ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് പദ്ധതിയിട്ട് ഇവളെയൊക്കെ എന്നാ പറയാനാ, ഇവളെയൊക്കെ. ഇനി അഷ്കറിൻ്റെ ഉമ്മ അവള് വന്നിട്ട് കുറേ ഗുണപതികാരം പറയുന്നുണ്ട് മകനെ കുറിച്ച്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്റെ പൊന്നു മോൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ എപ്പോഴും പറയുന്നു എന്റെ പൊന്നു മോൻ ആ കൊച്ചിനെ കൊല്ലില്ല. ഇവര് പറയുന്ന ഈ പൊന്നുമോൻ ആരാന്നറിയാമോ? ഈ നമ്മുടെ അർഷിതിനെ കൊന്ന ആ കൊലയാളി ഉണ്ടല്ലോ, ആ നരഭോജി, അവനെയാണ് ഇവര് മകൻ പൊന്നുമോൻ എന്നൊക്കെ പറഞ്ഞിട്ട് വാഴ്ത്തണത്. ആ തെമ്മാടി എന്നല്ല, അവനെ വിളിക്കേണ്ട പല പേരുകളുമാണ്, ഒന്നും ഇവിടെ പറയുന്നില്ല. ആ പൊന്നുമോനെ കൊന്നത്
ഇവരുടെ ആ മറ്റവനാ, ഇവരുടെ മറ്റേ മോനാ. അല്ലാതെ എന്താ അവനെ കുറിച്ച് പറയാനാ നമ്മളല്ലേ? ആ കുഞ്ഞിനെ ഇത്രയും ക്രൂരമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കാൽപാദത്തിനിടയിൽ സിഗരറ്റ് വെച്ചും സിഗരറ്റ് ലാമ്പ് വെച്ചും പൊള്ളിച്ചും ആ കുഞ്ഞിന്റെ കൈകൾ ഒടിച്ചിട്ട് അതിന് ചികിത്സ കൊടുക്കാതെ 12 ദിവസത്തോളം ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാതെ, അതേപോലെ തന്നെ മധുര വരെ ആ കൊച്ചിനെ മഴയത്ത് നനച്ച് ആ കൊച്ചിനെ പനി പിടിപ്പിച്ച് അവിടെ യാത്ര ചെയ്യിപ്പിച്ച് അത്രയും ക്രൂരമായി ചെയ്ത ഒരു മകനെയാണ് ഇവര് ഈ വാഴ്ത്തി പറയണത്. അതെനിക്ക് ഉറപ്പാണ്. ഈ ലോകം മൊത്തം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എന്റെ മോൻ കൊല്ലൂല, കൊല്ലാൻ വേണ്ടി ചെയ്യൂല. പിന്നെ അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റിയെന്നുള്ള അത് അവന് മാത്രമേ അറിയാവൂ, എനിക്കറിയില്ല. അതെ, കൊല്ലാൻ വേണ്ടി നിങ്ങളുടെ മകൻ ചെയ്യില്ല, നിങ്ങളുടെ മകൻ ചെയ്യില്ല. അതെ, ഈ നാട് ഈ ലോകം പറഞ്ഞാലും നിങ്ങളുടെ മകൻ ചെയ്യില്ലായിരിക്കും അല്ലെ? നിങ്ങളെ നിങ്ങൾ സത്യം പറഞ്ഞാൽ എന്ത് തള്ളയാണ് നിങ്ങൾ. നിങ്ങൾക്ക് മാത്രമല്ലോ പൊന്നു മോനെന്ന് പറയണത്. നിങ്ങളുടെ മോന് ജയിലിൽ പോയപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത്ര വിഷമം അല്ലെ? നിങ്ങളെ പോലീസുകാരൊന്ന് കൊണ്ടുപോയപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത്ര വിഷമം. ആ കുഞ്ഞിനെ കൊല്ലാക്കൊല ചെയ്തിട്ട് ആ കുഞ്ഞിന്ന് ഈ ഭൂമിയിലില്ല. ആ കൊച്ചങ്ങ് വെറുതെ തന്നെ അങ്ങ് ഉപദ്രവിച്ച് കൊല്ലുകയായിരുന്നു. നിങ്ങളെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ എന്റെ മോൻ അങ്ങനെ കൊല്ലില്ല, എന്റെ മകൻ അങ്ങനെ കൊല്ലില്ല എന്ന് പറയാൻ നേരത്ത് നിങ്ങൾക്ക് നാണമുണ്ടോ സ്ത്രീയെ നിങ്ങൾക്ക്? ഒന്നുമില്ലെങ്കിലും അഖിലയുടെ അമ്മേനെ ഞാൻ അത്ര പുണ്യാളത്തിയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ, അതായത് ഇവിടെ നമുക്ക് അവരുടെ വിഷയം പറയേണ്ട ആവശ്യമില്ലെങ്കിലും ആ കുഞ്ഞ് ജനിച്ചിട്ട് ആ കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടുകാരെ ഒരിക്കൽ പോലും ഈ അഖിലയുടെ അമ്മയാണെങ്കിലും ഒന്ന് കാണിച്ചിട്ടില്ല. അതൊക്കെ സത്യം പറഞ്ഞാൽ എന്ത് വിദ്വേഷത്തിന്റെ പുറത്താണെങ്കിലും അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. എന്നാലും അവരുടേതായ രീതിയിൽ അവർ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ അവരെ സമ്മതിക്കുന്നു. പിന്നെ മകളില് ചെയ്ത തെറ്റ് അവരത് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഈ തള്ള, ഈ അഷ്കറിന്റെ ഉമ്മ എന്ന് പറയുന്ന ഇവര് ഇപ്പോഴും ആ തെറ്റ് സമ്മതിക്കുന്നില്ല. ആ മകൻ ഇപ്പോഴും പുണ്യാളനാണ് എന്നാണ് ഇവര് പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സ്ത്രീയെ, നിങ്ങളുടെ ആദ്യത്തെ മരുമകൾ ആ ആമിന എന്ന് പറഞ്ഞ ആ കുട്ടീനെ നിങ്ങൾ എന്തുമാത്രം, നിങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ മകളും നിങ്ങളുടെ മകനും കൂടി ആ കുട്ടിയെ എന്തുമാത്രം നിങ്ങൾ ദ്രോഹിച്ചു. ആ കുഞ്ഞിന്റെ സ്ഥിതി, അതായത് ആ ആമിന എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ സ്ഥിതി ഇപ്പോൾ എന്താണ്? അവളുടെ ആ 18 വയസ്സിൽ ഇച്ചിരി ഇല്ലാത്ത പ്രായത്തിൽ നിങ്ങളുടെ വീട്ടില് നിങ്ങളും കൂടി വിളിച്ചിട്ട് വന്ന് കയറിയ പെണ്ണല്ലേ അവള്. കല്യാണം നിങ്ങൾ നടത്താനായിട്ട് നിങ്ങൾ സമ്മതിച്ചില്ല, പകരം നിങ്ങൾ അവളെ വിളിച്ചിറക്കി കൊണ്ടുവന്നവളാ. അതില് നിങ്ങൾക്ക് കുറച്ചും കൂടി ഉത്തരവാദിത്വം ഉണ്ടായിട്ട് പോലും ആ പെണ്ണിന് നിങ്ങൾ എന്തുമാത്രം ക്രൂരതകൾ അവളോട് നിങ്ങൾ ചെയ്തത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവന് പ്രോത്സാഹനം കൊടുത്ത ആ പെണ്ണിനെ ഉപദ്രവിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ തടയാൻ നിന്നിട്ടില്ല, പകരം അവനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അവരിങ്ങനെയൊരു ക്രൈം ചെയ്താലും അത് അത്ര വലിയ സംഭവമല്ല എന്നൊരു തോന്നൽ അവനിലുണ്ട്. സത്യം പറഞ്ഞാൽ അവനെ ഒരു കൊലയാളിയാക്കിയത് നിങ്ങളുടെ വളർത്തുദോഷം തന്നെയാണ്. കാരണം അവൻ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് ഏക ഒരു കാരണക്കാരി നിങ്ങളാ. ഞാനല്ലാതെ അറിഞ്ഞുകൊണ്ട് എന്റെ മോനെ സപ്പോർട്ട് ചെയ്യുന്നതാ, ഞാൻ അറിഞ്ഞുകൊണ്ട് തെളിവ് നശിപ്പിച്ചതാ. ആ കൊച്ചിനെ കൊല്ലാൻ കൂട്ടുനിന്നതോ അല്ല. എനിക്ക് 2 ചെറുകുട്ടികളുണ്ട്. വാസ്തവത്തിൽ നിങ്ങളും കുറ്റക്കാരിയാ. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളല്ലേ ആ കുഞ്ഞ് മരിച്ചപ്പോൾ അതിന്റെ തെളിവ് നശിപ്പിക്കാനായിട്ട് നിങ്ങളല്ലേ ആ വീട്ടിലോട്ട് ഓടിപ്പോയി അവിടെ തുടച്ച് കഴുകി വൃത്തിയാക്കി ആ കുഞ്ഞിനെ കൊന്നതിന്റെ അവശിഷ്ടങ്ങളൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞതും ആ കൊച്ചിന്റെ തുണിയും ആ കൊച്ചിനെ അടിച്ച കമ്പൊക്കെ എടുത്ത് ചോര പറ്റി ഇതൊക്കെ എടുത്ത് നിങ്ങളല്ലേ കളഞ്ഞത്. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നതിൽ സത്യം പറഞ്ഞാൽ നിങ്ങളെയും പ്രതി ചേർക്കണം. അതുപോലെ തന്നെ ആ ആമിന എന്ന പെൺകുട്ടിയെ ഉപദ്രവിച്ചത് നിങ്ങളെയും പ്രതി ചേർക്കേണ്ടതാണ്. നിങ്ങൾ ഒരു പുണ്യാളത്തിയായിട്ട് നിങ്ങൾ അത്ര വലിയ കളിയൊന്നും കളിക്കണ്ട. നിങ്ങൾ ആരെയാണ് ഈ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ മകനെയോ? നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, വാസ്തവത്തിൽ നിങ്ങളും കുറ്റക്കാരിയാണ്. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുന്നതിന് സത്യം പറഞ്ഞാൽ നിങ്ങളെയും പ്രതിപ്പട്ടികയിൽ ചേർക്കേണ്ടതാ. അതെന്താണാവോ ചെയ്യാത്തത്, അതെന്താ കാര്യം എന്ന് അറിയത്തില്ല. എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ നിങ്ങളെയും അവിടെ പ്രതി ചേർക്കണമെന്നേ പറയത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളല്ലേ ആ കുഞ്ഞ് മരിച്ചതിനുള്ള തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ആ വീട്ടിലോട്ട് ഓടിയത്. ആ കൊച്ചിന്റെ പ്ലാസ്റ്ററിന്റെ കൈയും അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞ് നിങ്ങളല്ലേ. ആ കൊച്ചിനെ അടിക്കാൻ ഉപയോഗിച്ച വടിയും എല്ലാം നശിപ്പിച്ചത് നിങ്ങളല്ലേ. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് പുണ്യാളത്തിൽ ചമയാൻ വേണ്ടി വരുന്നോ മകനെ രക്ഷിക്കാനായിട്ട്? നിങ്ങളുടെ മകനെ ഇനി രക്ഷപ്പെട്ടാലും നാട്ടിൽ വന്ന് നിന്നാലും അവൻ ജീവനോടെ അധികം നാളെ ഉണ്ടാവൂല. കാരണം നാട്ടുകാരവനെ കൈവയ്ക്കും. കാരണം അത്രയ്ക്ക് മതിപ്പായി പോയിട്ടുണ്ട്. ആ കുഞ്ഞിനെ ഉപദ്രവിച്ചതിന്റെ ഓരോ ഘട്ടങ്ങളും മനസ്സിൽ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ഒരാള് പോലും പൊറുക്കില്ല.